സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പാടത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ അച്ഛമ്മ നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പാടത്തേക്ക് പോയി. ഞാനും വേദുവാവയും അമ്മയും അച്ഛമ്മയും കൂടിയിട്ട്. ഞാൻ പാടത്തേക്ക് പോകുന്ന വഴി തന്നെ മറന്നു കേട്ടോ. ഏതായാലും വേദുവിന് ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങുന്നത്. നല്ല വൈകുന്നേരം വെയിലൊക്കെ ആയി പോയാൽ നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ മഴയൊക്കെ പെയ്തിട്ട് ഈ കുണ്ടുകുഴിയിലൊക്കെ മൊത്തം വെള്ളമാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ വേദുവിനെ എടുത്തു കേട്ടോ. മൊത്തം കുണ്ടാണ്. ഇതവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇതാ പിന്നെ ഞങ്ങൾ നടന്നു ഇവിടുന്ന് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വരാം കേട്ടോ. അപ്പൊ വേദു കുലുങ്ങി 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 നടക്കുക. എങ്ങോട്ടെങ്കിലും പോയാ മതി അവനാ. വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് അങ്ങനെ വരും. ഇന്നലെ എന്താ പറയാ, ഇന്നലെ കോളായിരുന്നു, ഇന്ന് പാടം. ഇതാ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പാടെത്തിയപ്പോൾ പാടത്തിന്റെ മുന്നിലൊരു വീടുണ്ട് കേട്ടോ. ദാദാ ഈ വീട്ടിന്റെ മുകളിലൊരു മയില് എന്താ മയില് കേട്ടോ. അല്ല എന്താ ഈ പറയാൻ വന്ന്? ഓല. ഓല അതിനെയാണ് ഓയിൽ എന്നൊക്കെ പറഞ്ഞു. ഓയിലല്ല, ഓല ഓല ഓലയുടെ മുകളിലായിരുന്നു. പിന്നെ ഞങ്ങൾ പാടെത്തിട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല മഴ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരാറായപ്പോൾ ഞങ്ങൾ കുറച്ചേ പോയുള്ളൂ. വരാറായപ്പോൾ നല്ല മഴയും പെയ്തു. ഞങ്ങളൊരു അമ്പലം ഉണ്ട് അവിടെ, ഒരു അമ്പലം ഉണ്ട് അവിടെ. ആ അമ്പലത്തിൻ്റെ അവിടെ വരെ നടന്നു. പിന്നെ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയം കുറേ പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്ത് നല്ല ക്ലൈമറ്റും അല്ലേ, ചൂടും ഇല്ല, അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ പാടത്ത് ഈ നേരത്ത് പോകാൻ നല്ല രസമാണ്, നല്ലൊരു സുഖ. വെയിലുമില്ല, അതെ, ഒന്നുമില്ല. പക്ഷെ മഴക്കാറുണ്ടായിരുന്നു, ഇടി ഉണ്ടായിരുന്നു. മഴക്കാറല്ല, ഇടി നല്ല ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. അച്ഛമ്മ അങ്ങനെ പറയും, ഇടി വെട്ടുമ്പോൾ അങ്ങനെ കുട്ടികളെ പുറത്തിറക്കണ്ട പറയും. വേദുവിനെ ഇടിയാ വെച്ച ഭയങ്കര പേടിയാ. ഇടി 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 പറയും. ഇടി പറഞ്ഞ നല്ല ഇൻട്രസ്റ്റോട് കൂടി നടക്കുകയായിരുന്നു രണ്ടാളും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നടക്കുക കേട്ടോ. പിന്നെ അവിടെ കുറേ കൊറ്റികളൊക്കെ ഉണ്ട് അടുത്തടുത്ത്. ഞങ്ങൾ ഇങ്ങനെ നടക്കുന്തോറും കൊറ്റികൾ, പിന്നെ ഓരോരോ പക്ഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ഡോഗ്സിനെ കണ്ടു. ഒരു ഡോഗ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുത്. വലുതിനെ കണ്ട പേടിയാവും, ആ വൈറ്റ്. പക്ഷെ കാണുമ്പോൾ ഒരു ക്യൂട്ടുണ്ട് ചെറുതായിട്ട്. ഡോഗ്സിനെ കണ്ടപ്പോ ഇത് ബോബു ഇവിടുത്തെ ബോബു വെച്ചിട്ടേ പിന്നാലെ പോവായിരുന്നു. രണ്ടാളുടെ കളർ അതന്നെയാണ് ഇവിടുത്തെ. പിന്നെ അവിടെ പുല്ലറിയ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മ കുറച്ചേരം അയാളോട് വർത്താനം പറഞ്ഞു. ഇവിടെ കൊറ്റികളുണ്ട്. നല്ല രസമായിരുന്നു കൊറ്റികളൊക്കെ ഇങ്ങനെ പറന്നു പോണ കാണാൻ. ആ മേഘങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ, ആകാശത്തേക്കൊക്കെ നോക്കൂ, എന്ത് രസമല്ലേ. ഇതാ നടക്കാറുണ്ട് ഇപ്പോഴല്ലേ 2 ഡോഗ്സിനെ കാണാൻ ഞങ്ങൾക്ക്. ഒരു ഡോഗ്സിനെ കൊണ്ട് നടക്കാറിങ്ങിയതാ കുട്ടികള്. ഇതാണോ ഇത്? ചെറുത് കേട്ടോ. ഇതെന്താ വേദുവോ? എനിക്കെന്നാ വൈറ്റിനെ കണ്ടിട്ട് പേടിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നു കേട്ടോ. പിന്നെ അവരും ഇങ്ങനെ നടക്കണ്ടായിരുന്നു, ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ നടക്കണ്ടായിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അവിടെ തൃത്താല, ഞങ്ങളുടെ ഇവിടെ അടുത്താണ് ഒരു സെൻറ്റർ, തൃത്താല എന്ന് പറയും. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയണ്ടാവും. ഇവിടുന്ന് നോക്കിയാൽ തൃത്താല സെൻറ്റർ കാണാൻ പറ്റും. ഞങ്ങളുടെ ഈ പാടത്ത് നിന്ന് നോക്കിയാൽ. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ നേരെ നടന്നു. അപ്പോൾ അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ ഒരു കാഴ്ചകൾ, ഞങ്ങൾ പാടത്തേക്ക് പോകുന്ന കാഴ്ചകൾ കേട്ടോ. നിങ്ങൾക്ക് പാടത്തേക്ക് പോകാൻ ഇഷ്ടമാണോ? നിങ്ങളുടെ തൊട്ടടുത്ത് ഇങ്ങനെ പാടം ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.
ഇതൊക്കെയാണ് വഴി. ഞങ്ങൾ അമ്പലത്തിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ഇടാറുണ്ട്. ഇനി നമ്മൾ ഒരു Q&A ആയിട്ടൊക്കെ വരും കേട്ടോ. അത് കുറച്ചും കൂടി നമ്മൾ ഫാമിലി വലുതായിട്ട് ഞങ്ങളിപ്പോൾ അമ്പലത്തെത്തി വരും. ഇതാണ് അമ്പലം, ഞങ്ങളുടെ പാടത്തടുത്തുള്ള അമ്പലമാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തൊക്കെ എത്തി. അതുവരെ ഞങ്ങൾ പോയുള്ളൂ കേട്ടോ. പിന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോസ് എടുത്തു. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. ഓക്കെ. അപ്പോൾ അവൾ പോസ് ചെയ്യുക അതിൻ്റെ ഇടയിൽ. അയ്യോ ഒക്കെ തരികയാണ്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി നടന്നു ഞങ്ങൾ ഇത്തിരി നടന്നു. പിന്നെ അവിടെ കുറേ വീടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പാടത്തെ വേദു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചും കൂടി നടന്നപ്പോൾ കുറച്ച് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ റീൽസ് എടുത്തു. ആ റീൽസ് എല്ലാവരും കാണണം. ഇതോ അവിടെ ഒരു വീടുണ്ട്. പിന്നെ അതോ ഒറ്റത്തൊരു വീടില്ലേ, ആ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. അധികം നേരം നിന്നില്ല, കാരണം ഇടി മഴയും നല്ല വരുന്നുണ്ട്. പിന്നെ ഇവര് കുളത്തേക്ക് പോയി, അത് ഞാനും കൂടിയിട്ട് പോയി. അത് കഴിഞ്ഞ് അമ്മയും വേഗം വീട്ടിലാട്ടോ. അപ്പം ഞാനും അച്ഛമ്മയും കൂടിയിട്ട് നീന്താൻ പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കൂടി. ഇവിടെ കുരുവിക്കൂടുണ്ട്. പക്ഷെ കാണുന്നുണ്ട്. നല്ല സ്വന്തം ആ കൂടി മൊത്തം ഉണ്ട് കുരുവിതാ. ഇതാണ് കേട്ടോ കുരുവിക്കൂട്. ഞാൻ ഫസ്റ്റ് ടൈം കാണുക. ഞാൻ ഇത് കണ്ടിട്ടില്ല കുരുവിക്കൂട്. നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു തെങ്ങി തന്നെ ഉണ്ട്. ഒരു തെങ്ങി തന്നെ ഉണ്ട് ഒരു 10 എണ്ണമൊക്കെ. അതാണ് കീ 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 പറഞ്ഞിട്ട് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടക്കുകയാണ്, ഞാനും വേദും കൂടിയിട്ട്. വേദം ഇങ്ങനെ കുലുങ്ങി സ്പീഡിൽ നടക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പം മഴ ചാറുണ്ട് കേട്ടോ. പിന്നെ വേദുവിനെ എടുത്തു. ഞാൻ ഹായ് തരികയാണ്, അതാണ് കറങ്ങി തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ച. പിന്നെ നല്ല ഇരുടായി കുറച്ചൊക്കെ. പിന്നെ ഞങ്ങൾ വേഗം പോയിട്ടോ. പിന്നെ കുളത്തേക്കൊക്കെ പോവാനുള്ളതുകൊണ്ട് ഞാൻ ഓടി വന്നു കേട്ടോ. ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മഴ പറഞ്ഞ് നല്ല സ്ട്രോങ്ങി പെയ്യുണ്ടായിരുന്നു. വീട്ടിലെത്തി. പാലക്കാട് ജില്ലയിൽ പൊതുവേ മഴ കുറവാണ്. എന്നാലും ഇപ്പം ചൂട് കുറഞ്ഞു. ഇപ്പോൾ അച്ഛമ്മയുടെ അടുത്താട്ടോ വേദു. ഇവിടെ ഇപ്പോഴും ഈ വീട്ടിലെ മയിൽ കണ്ടു പറഞ്ഞതാ. ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ മയിൽ. പക്ഷെ അത് സൈഡിലായതുകൊണ്ട് പെട്ടെന്ന് കാണില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും മഴ കൂടി, കുറച്ചും കൂടി നല്ലോണം ചാറിപ്പോയി കേട്ടോ. അവിടെ ഇപ്പോഴും മയിലുണ്ട്. ആ സൈഡിൽ കണ്ടോ, കാണുന്നുണ്ടോയെന്നറിയില്ല. കുറച്ച് നീല കളർ കാണാല്ലേ, അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മയിൽ. കുറേ പോയില്ല, ഭാഗ്യം ഒന്നും കൂടി കാണാൻ പറ്റി. പിന്നെ അവിടെ എന്താ പറയുക, തേങ്ങ ഇടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് നടക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്, ചെറുതായി ചാറുന്നുണ്ടായിരുന്നു. ഇപ്പം ചെറുതായി അപ്പോഴും ഇത്തിരി കൂടിയിട്ടോ മഴ. അപ്പം ഞങ്ങൾ നടക്കുകയാണ്. പിന്നെ ഇന്ന് മേലങ്ങാടിക്ക് പോവുകയാണ് നവമി. നാളെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ആനുവൽ ഡേയുടെ 24-ാം തീയതിയാണ് കേട്ടോ ആനുവൽ ഡേ. അച്ഛൻ്റെ വീട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അപ്പം ഞങ്ങള് എത്തിട്ടോ. ഞങ്ങൾ ഷോർട്ട് കട്ട് എടുത്തിട്ടാ പോകുന്നത്, പാമ്പുങ്കാവിൻ്റെ വഴി കൂടെ. അവിടെ ഒരു വീട് പണി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡിൽ. അപ്പോൾ ഞങ്ങള് വീട്ടിലെത്തിയിട്ടോ. നല്ല മഴ പെയ്തു. പിന്നെ നല്ല മഴ പെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ട
പാട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.